പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകമെമ്പാടും ഇന്ന് പെസഹ ദിനം ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും കർത്താവ് ലോകത്തിന് വേണ്ടി സഹിച്ചതായ കഷ്ടങ്ങളെ ഓർത്ത് ഈ പെസഹ ദിനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് കൃപ നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെസഹായ എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസമാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസമായി പെസഹ ദിനത്തിൽ ലോകത്തിൻ്റെ രക്ഷിതാവായ കുഞ്ഞാട് ഈ ലോകത്തിലേക്ക് വന്ന് മാനവകുലത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് 33 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് തൻ്റെ ദൗത്യ നിർവഹണത്തിനായിട്ട് യെരുശലേമിലേക്ക് കടന്നു വന്നു. താൻ അവിടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ആലോചനകളും എല്ലാം കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയതായ ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് ലോകമെമ്പാടും പെസഹ ആചരിക്കുന്ന ഈ സമയത്ത് നമുക്കും ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ചെല്ലുവാൻ ദൈവം കൃപ നൽകിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം എല്ലാവരും ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്തിട്ട് ദുരുദ്ദേശമില്ല എങ്കിൽ നിശ്ചയമായും നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുവാൻ കാരണമായി തീർന്നത്? മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് യേശു കർത്താവ് വന്നിട്ട് ഈ പെസഹ ദിനത്തിൽ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നതായ തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഏറ്റവും കഠിനമേറിയ ദിനങ്ങൾ ഇന്ന് രാത്രി കൊണ്ട് ആരംഭിക്കുകയാണ്. പെസഹായെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലുമെല്ലാം സുവിശേഷ ഭാഗങ്ങളിൽ അത് കാണുവാനായിട്ട് കഴിയുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായ ഒരു ദിവസമാണ് ഇന്ന്. കർത്താവ് ലോകത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ കൃപ പ്രകാരം മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒരുപക്ഷേ ലോകത്തിലെ സകല മാനവകുലവും പലവിധ ചിന്താഭാരങ്ങളാൽ ഭാരപ്പെടുമ്പോൾ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തിലെ ജനത്തിൻ്റെ പാപം എത്ര കാഠിന്യമേറിയതായിരുന്നു, അതിൻ്റെ ശിക്ഷയുടെ വലിപ്പമോ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു തൻ്റെ ശിരസിൽ അത് ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിലേക്ക് വന്ന് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടതായ ആലോചനകളും നിർദ്ദേശങ്ങളും എല്ലാം കൊടുത്ത് അവരെ നേരായ പാതയിലൂടെ മുൻപോട്ട് നയിക്കുവാൻ ദൈവം ആഗ്രഹിച്ച് ഇന്ന് യെരുശലേമിലേക്ക് കടന്നു വന്നതിന് ശേഷം ദൈവത്തിൻ്റെ ഹിതപ്രകാരം പെസഹ ആചരിക്കുവാനായിട്ട് ആഗ്രഹിച്ച് ശിഷ്യന്മാരുമായിട്ട് കടന്നു വരുമ്പോൾ 2 പ്രധാന ശിഷ്യന്മാരായിരിക്കുന്ന പത്രോസിനെയും യോഹന്നാനെയും പ്രത്യേകമായി അടുക്കൽ വിളിച്ചിട്ട് അവരോട് ഓരോ കാര്യങ്ങൾ നിർദ്ദേശിക്കുവാനിടയായി തീർന്നു. എന്താണ് എന്നറിയാതെ പകച്ചു നിന്ന പത്രോസിനോടും യോഹന്നാനോടും യേശു പറഞ്ഞു, നിങ്ങൾ പോകുവിൻ, പോയിട്ട് എവിടെയാണ് എനിക്ക് പെസഹ ഒരുക്കേണ്ടത് എന്ന് നിങ്ങൾ പോയി പെസഹ ഒരുക്കുക. അത് അന്താളം വിട്ട് നിന്നതായ അല്ലെങ്കിൽ അന്തിച്ച് നിന്നതായ പകച്ചു നിന്നതായ പത്രോസിനോടും യോഹന്നാനോടും യേശു പറഞ്ഞു, നിങ്ങൾ മുൻപോട്ട് പോകുവിൻ. നിങ്ങൾ പോയി പട്ടണത്തിൽ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളവുമായി നിങ്ങൾക്ക് ഒരു മനുഷ്യൻ എതിർപ്പെടും. ആ മനുഷ്യൻ്റെ പിന്നാലെ നിങ്ങൾ പോവുക. ആ മനുഷ്യൻ ഏത് വീട്ടിൽ കയറുന്നുവോ ആ വീട്ടിൽ കയറി ചെന്നിട്ട് ശിഷ്യന്മാരുമായി ഞാൻ എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത് എന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരുക്കുവാനായിട്ട് ഒരു മാളിക ആ മനുഷ്യന് കാണിച്ചു തരും, അവിടെ നിങ്ങൾ പെസഹ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. പത്രോസും യോഹന്നാനും പുറപ്പെട്ട് പട്ടണത്തിൽ ചെന്നു.
അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് കർത്താവ് പറഞ്ഞതുപോലെ ഒരു കുടം വെള്ളവുമായി ഒരു മനുഷ്യനെ അവർക്ക് മുൻപിൽ എതിർപ്പെടുവാനിടയായി തീർന്നു. അവർ മറ്റൊന്നും ആലോചിക്കാതെ ആ കുടവുമേന്തി വെള്ളവുമായി കടന്നു പോയതായ മനുഷ്യന്റെ പിന്നാലെ കടന്നു ചെന്ന്, അത് ഒരു നാട്ടിലെ പ്രമാണിയായിരിക്കുന്ന പ്രഗത്ഭനായ ഒരു വ്യക്തിയുടെ ഭവനമായിരുന്നു. അദ്ദേഹം അവിടേക്ക് കയറി, ശിഷ്യന്മാരും അദ്ദേഹത്തിന്റെ പിന്നാലെ അവിടെ കയറി ചെന്ന് അവിടെ ഉണ്ടായിരുന്നതായ പ്രമാണിയോട്, ഞാൻ ശിഷ്യന്മാരുമായി എവിടെ പെസഹ ഒരുക്കണമെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ വിരിച്ചൊരുക്കിയതായ ഒരു വലിയ മാളിക അവർക്ക് കാണിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. അവരവിടെ പെസഹ ഒരുക്കി കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തലന്മാരായ ശിഷ്യന്മാരും യേശുവുമായി ആ മാളികയിലേക്ക് കടന്നു വന്ന് ശിഷ്യന്മാരുമായി അവിടെ പെസഹ ആചരിക്കുകയാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ദിവസമാണ് പെസഹ എങ്കിൽ ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു തകർക്കപ്പെടുവാനായിട്ട് ലോകത്തിലേക്ക് വന്ന് ഇന്ന് കഷ്ടങ്ങളുടെ ആരംഭം കുറിക്കുമ്പോൾ അതിനു മുന്നമേ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി മനുഷ്യപുത്രൻ ഛേദിക്കപ്പെടുമെന്നും ആടുകൾ ചിതറിപ്പോകുമെന്നും ഇടയനെ വെട്ടുമെന്നും അവിടെ ഉള്ളതായ വചനങ്ങളെ മുന്നമേ അറിയിച്ചിട്ടും അവർക്കൊരു പക്ഷേ മനസ്സിലാക്കുവാൻ കഴിയാതിരുന്നത് കൊണ്ട് അവര് പെസഹ ഒരുക്കി. ആ പെസഹയിൽ യേശുവിൻ ശിഷ്യന്മാരുമായിട്ട് അതേ ഭക്ഷണത്തിന് ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു പറഞ്ഞു, ഞാനിത് നിങ്ങളോട് കൂടെ ഭക്ഷിക്കുവാനായിട്ട് ഏറെ നാളുകളായി ഞാൻ ആഗ്രഹിച്ച് വാഞ്ചിച്ച് ഞാൻ വരികയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു എന്ന് യേശു അവരോട് പറഞ്ഞു. അതിനു മുന്നമേ തന്നെ അവിടെ പെസഹ ദിനത്തിൽ ചില കാര്യങ്ങൾ അവിടെ തുടക്കം കുറിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കർത്താവിൻ്റെ മേശയെന്നും തിരുമേശയെന്നും അന്ത്യ അത്താഴമെന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്നതായ ഈ പെസഹ രാത്രിയിലെ അന്ത്യ അത്താഴത്തിങ്കൽ യേശുവിൻ ശിഷ്യന്മാരുമായി ഭക്ഷണത്തിനിരുന്ന് അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നമേ യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകി തുവർത്തുകൊണ്ട് അത് തുടച്ച് മാതൃക കാട്ടി സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സൗമ്യതയുടെയും താഴ്മ ധരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങൾ ഇപ്രകാരം അന്യോന്യം ചെയ്യുമെന്ന് നല്ല നിർദ്ദേശങ്ങളെ കൊടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഒരു പുതിയ മാതൃക ഇസ്രായേൽ ജനത്തിന് അഥവാ ശിഷ്യന്മാരുടെ മുൻപിൽ മാതൃക കൊടുത്ത് അത് കാലുകളെ കഴുകി അതിനുശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അവര് കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏറെ നാളുകളായി ഞാൻ ആഗ്രഹിച്ചതായ ഈ കൂടിക്കാഴ്ച അല്ലെങ്കിൽ അത്താഴ വിരുന്ന് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുവാൻ സർവശക്തനായ കർത്താവിൻ്റെ കൃപയാലിടയായി തീർന്നു. ഇന്ന് പലപ്പോഴും അപ്പവും വീഞ്ഞും ഒക്കെ കഴിക്കുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് ക്രിസ്ത്യാനികൾ ലഹരിയുള്ളതായ വീഞ്ഞ് ഉപയോഗിക്കുന്നു എന്ന് പലപ്പോഴും ചിന്തിച്ചേക്കാം. എന്നാൽ ആ കാലഘട്ടത്തിൽ യേശുവിൻ്റെ അന്ത്യ അത്താഴ ദിനത്തിൽ പെസഹ ദിനത്തിൽ ലഹരിയുള്ള വീഞ്ഞായിരുന്നില്ല അവിടെ ഉപയോഗിച്ചിരുന്നത്, മറിച്ച് ലഹരിയില്ലാത്തതായ തൽക്ഷണം ഉണ്ടാക്കിയതായ വീഞ്ഞായിരുന്നു അവിടെ ഉപയോഗിക്കുവാനിടയായി തീർന്നത്. 12 ശിഷ്യന്മാരുമായി യേശു പെസഹ കഴിച്ചിട്ട് പെസഹ കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണിച്ചു കൊടുക്കുന്നതായ തൻ്റെ മരണത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു, തൻ്റെ ദൗത്യ നിർവഹണത്തിലേക്ക് താൻ ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതായ സത്യം യേശു മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്നും അതിനുശേഷം അവർ ഇടയനെ വിട്ടും ആടുകൾ ചിതറിപ്പോകുവാനിടയായിത്തീരും. ഇതെല്ലാം പറഞ്ഞിട്ടും പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയാതെ ഇസ്രായേൽ ജനവും ശിഷ്യന്മാരും യേശുവിൻ്റെ പിന്നാലെ കടന്നുപോയി. എന്നാൽ അങ്ങനെ പെസഹയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് അവർ സന്തോഷത്തോടെ പുറപ്പെട്ടു പോയപ്പോൾ അവരിൽ ഒരുവൻ മാത്രം അവരോട് കൂടെ ഇല്ലായിരുന്നു. യൂദാ എന്ന് പറയുന്നതായ ശിഷ്യൻ യേശുവിനെ കാണിച്ചു കൊടുക്കുവാനുള്ളതായ ദൗത്യം അവൻ മുന്നമേ ഏറ്റെടുത്തിരുന്നത് കൊണ്ട് അതേ ഭക്ഷണത്തിന് ശേഷം അതിവേഗം അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുവാനിടയായി തീർന്നു. യേശു ശിഷ്യന്മാരുമായി ഒലിവുമലയിലേക്ക് കടന്നു ചെന്ന് ഒലിവുമലയിലെത്തി താൻ നിശ്ചയിക്കപ്പെട്ടതായ സ്ഥലത്തെത്തിക്കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് നിങ്ങളെ ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞ് അവരെ അവിടെ ഇരുത്തിയതിന് ശേഷം ഒരു കല്ലേറ് ദൂരത്തിൽ യേശു മുന്നോട്ട് കടന്നുപോയി അവിടെ ഇരുന്ന് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു.
ഒരു കല്ലേറ് ദൂരമെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം ഒരു കല്ലെടുത്തിട്ട് ദൂരേക്ക് എറിയുന്നത് പോലെയല്ല. നമ്മൾ സാധാരണഗതിയിൽ ഒരു കല്ലെടുത്ത് മുന്നോട്ടിടുമ്പോഴുള്ളതായ എത്രമാത്രം ദൂരമുണ്ടോ, ഒരു 10-15 മീറ്റർ ദൂരം വന്നേക്കാം. അത്ര ദൂരത്തിങ്കിൽ യേശു ചെന്നിരുന്ന് സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സ്വർഗവും ഭൂമിയുമായിട്ടുള്ളൊരു ബന്ധം കണ്ണുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ സ്വർഗവും ഭൂമിയുമായിട്ടുള്ളൊരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിലെ ഉന്നത മഹിമകളെല്ലാം വെടിഞ്ഞ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നതായ കർത്താവായ യേശു ക്രിസ്തു ഒരു കല്ലേറ് ദൂരത്തോളം ചെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അല്പനേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യേശു പിന്നെയും ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്നു. അവരുറങ്ങുന്നത് കണ്ടിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് അല്പനേരം എന്നോട് കൂടെ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ലയോ? പ്രിയമുള്ളവരെ, മാനുഷികമായി ചിന്തിക്കുമ്പോൾ അവർ പകലത്തെ നടത്തവും അധ്വാനവും എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവർ ഉറങ്ങേണ്ട സമയമായപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ അവർ ഉറങ്ങുവാനുള്ള പദ്ധതി ഇടുമ്പോഴാണ് യേശു എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഒലിവ്മലയിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്ന് അവിടെ താൻ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങളിവിടെ ഇരിപ്പീനെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ ആശ്വാസം തോന്നി. അവരവിടെ ഇരുന്ന് മയക്കം പിടിച്ച് ഉറങ്ങുവാനിടയായി തീർന്നു. ഈ സമയത്ത് യേശു താൻ അല്പനേരം മുന്നോട്ട് പോയി അവിടെ ഇരുന്നു കൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി മുട്ടുകുത്തി താൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ദൈവവചനം വായിക്കുന്നത് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ പ്രാണവേദനയിലായി. അവൻ്റെ ശരീരം നുറുങ്ങുമാറ് അവൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ മനുഷ്യൻ്റെ ശരീരത്തിന് താങ്ങുവാൻ കഴിയാത്ത അത്ര വിധത്തിൽ ഒരു വലിയ വേദന യേശുവിനെ കടന്നു പിടിക്കുവാനിടയായി തീർന്നു. ഈ വേദനയുടെ നടുവിലും വേദനയുടെ മധ്യത്തിലും യേശു സ്വർഗത്തേക്ക് നോക്കി താൻ സഹിക്കേണ്ടതായ കഷ്ടപ്പാടുകൾ, ആ വേദനകൾ മുന്നമേ മനസ്സിലാക്കിയതായ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് ഒന്ന് നീക്കണമേ. അങ്ങനെ പറഞ്ഞതായ സന്ദർഭത്തിൽ യേശു പിന്നെയും ചിന്തിച്ചു, താൻ വന്നതിൻ്റെ ഉദ്ദേശം താൻ ഈ കഷ്ടപ്പാടും വേദനകളും സഹിക്കുവാൻ, ലോകത്തിന് വേണ്ടി മരണപ്പെടുവാൻ, ലോകജനതയ്ക്ക് വേണ്ടി തകർക്കപ്പെടുവാനായിട്ട് നിയമിക്കപ്പെട്ടതായ വ്യക്തിയായിരുന്നത് കൊണ്ട് എനിക്കതിൽ നിന്ന് മാറുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതായ സത്യാവസ്ഥ മനസ്സിലാക്കിയ യേശു ക്രിസ്തു പിതാവിനോട് പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം തന്നെ നിറവേറുവാനായിട്ട് തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ച് നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ നമ്മുടെ കഠിനമായ വേദന, അതിലേക്ക് വലിയ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുമ്പോൾ നമ്മൾ നിന്ന് അതൊരു പക്ഷേ ഈ ഉദ്യമത്തിൽ നിന്ന് നമുക്ക് പിന്മാറുവാനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ തോന്നൽ വന്നേക്കാം. ഒരുപക്ഷെ മാനസികമായി ആ ചിന്താഗതി കൊണ്ട് നമ്മളൊരു പക്ഷേ പിന്മാറിപ്പോയെന്ന് വരാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പിന്മാറാതെ തൻ്റെ വരവിൻ്റെ ഉദ്ദേശം വ്യക്തമായും മനസ്സിലാക്കി പിതാവിനോട് കൊടുത്തതായ വാക്ക് നിറവേറുവാനായിട്ട് അവൻ മനസ്സോടെ ഈ വേദന തൻ്റെ ശിരസിൽ വഹിക്കുവാനിടയായി തീർന്നു. ദൈവവചനം വായിക്കുന്നത് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തം വിയർപ്പ് തുള്ളികൾ പോലെ നിലത്ത് വീഴുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, കർത്താവ് തൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിയുവാനിടയായി തീർന്നത് മനുഷ്യരെ നിത്യമായ രക്ഷയിലേക്ക് ആനയിക്കുവാനാണ്. തിരുമേശയോടുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ കർത്താവ് 2 കാര്യങ്ങൾ സ്ഥാപിക്കുവാനിടയായി തീർന്നു. നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പുതിയ നിയമത്തിന് വേണ്ടി ഞാൻ ചൊരിയുന്ന എൻ്റെ രക്തമാണ് ഈ വീഞ്ഞ്. നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്നതായ അപ്പമാണ് എൻ്റെ ഈ ശരീരമാണ് ഈ അപ്പം എന്ന് പറഞ്ഞ് പുതിയ ചില തത്വങ്ങൾ അവിടെ രേഖപ്പെടുത്തി അവർക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് കർത്താവിൻ്റെ രാജ്യത്തിൽ ഞാൻ ഒരുമിച്ച് നിങ്ങളോടൊപ്പം ഈ മുന്തിരിയുടെ അനുഭവം ഭക്ഷിക്കുന്നത് വരെയും ഇനി ഞാൻ ഇതിൽ നിന്ന് ആസ്വദിക്കയില്ല എന്ന് പറഞ്ഞ് വാഗ്ദത്തം ചെയ്ത് കർത്താവ് അതിൽ നിന്ന് പിന്മാറുവാനിടയായി തീർന്നു. വളരെ താല്പര്യത്തോടെ പെസഹ കഴിച്ച് ഒലിവുമലയിലേക്ക് കടന്നു പോയതായ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ, മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ കാഠിന്യം എത്രയെന്നോ അതിൻ്റെ വേദന എന്തെന്ന് മനസ്സിലാക്കിയതായ കർത്താവായ യേശു ക്രിസ്തു തന്നെ താൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പിതാവേ, കഴിയുമെങ്കിൽ പാനപാത്രം നീക്കണമേ എന്ന് പറഞ്ഞിട്ട് പോലും
എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടം എങ്കിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തതായ ആ കൃപ നമ്മൾ മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ കർത്താവായ യേശു ക്രിസ്തു സഹിച്ചതായ പങ്കപ്പാടുകൾ നമ്മൾ ആരും അറിയാത്തവല്ല. കാലാകാലങ്ങളായി ഇപ്പോഴുള്ളതായി നവജാത ശിശുക്കൾ ഒഴികെ മറ്റെല്ലാവരും കാലാകാലങ്ങളിൽ ഇതിനെക്കുറിച്ച് കണ്ടും കേട്ടും മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട്, ഇതെല്ലാം അവർക്ക് അറിയാവുന്നത് കൊണ്ടും നാം അതിലേക്ക് ഒന്ന് മടങ്ങി ചിന്തിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്നു. ഈ ഈസ്റ്റർ നാളുകളിൽ, ഈ പെസഹ ദിനത്തിൽ, ഈ ദുഃഖ വെള്ളിയാഴ്ച കഷ്ടാനുഭവങ്ങളുടെ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ദൈവത്തോടൊന്ന് ചേർന്നിരിക്കുവാൻ, എനിക്ക് വേണ്ടി കർത്താവ് കഷ്ടപ്പാടുകൾ തൻ്റെ ശിരസിൽ വഹിച്ചു, തൻ്റെ ശരീരത്തെ എനിക്ക് വേണ്ടി തന്നു, തൻ്റെ രക്തവും ജീവനും മാംസവും എല്ലാം എനിക്ക് വേണ്ടി തന്നതായ സർവശക്തനായ കർത്താവിനെ ഒരു നിമിഷം ഉള്ളമുണ്ട് നമുക്കൊന്ന് സ്നേഹിക്കുവാനും കഴിയുമോ? മകനെ, മകളെ, ഞാൻ എൻ്റെ ജീവനെ തന്നത് ആർക്കു വേണ്ടിയാണ്? നീ മാന്യനായി തീരുവാൻ, നീ മാന്യനായി നടക്കുവാൻ, നിന്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായ നിലവാരത്തിൽ മുൻപോട്ട് കടന്നു വരുവാനായിട്ട് അതിടയായിത്തീരും. അതുകൊണ്ട് മാത്രമാണ് അത് ഞാൻ എങ്ങനെ ചെയ്യുവാനിടയായി തീർന്നത്. ആ കൃപ നമ്മൾ മറന്നു പോകാതെ ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച്, അനുഗ്രഹങ്ങളെ പ്രാപിച്ച് തുടർന്നുള്ള നാളുകളിലും നമുക്ക് ദൈവത്തിന് വേണ്ടി തേജസ്സോടെ നിൽക്കുവാനായിട്ട് കഴിയും. കർത്താവ് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് മടങ്ങി വന്നപ്പോൾ, പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ, തൻ്റെ പ്രാണവേദനയിൽ ദൈവത്തോട് നിലവിളിച്ച നിലവിളിക്കനുസരിച്ച് യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ കർത്താവിൻ്റെ മുൻപിലേക്ക് അയച്ചു. ആ ദൂതൻ കർത്താവായ യേശു ക്രിസ്തുവിന് പ്രത്യക്ഷനായി അവന് ആശ്വാസങ്ങളെ പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ ആശ്വാസങ്ങളൊന്നും തനിക്ക് ലഭിക്കുവാനിരിക്കുന്നതായ ശിക്ഷയ്ക്ക് പരിഹാരമായി തീരുകയില്ല എന്ന് മനസ്സിലാക്കിയതായ കർത്താവ് അതിലേക്ക് തന്നെ ഒന്ന് വിധേയപ്പെടുത്തി. അങ്ങനെ വിധേയപ്പെടുത്തിയതിന് ശേഷം എങ്കിലും നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് മടങ്ങി വരുമ്പോൾ, ശിഷ്യന്മാരിത് ഉറക്കം നടിച്ച് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ അടുക്കെ വന്ന്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ എന്ന് ചോദിച്ച് അവരെ സ്നേഹിക്കുന്നതായ ഒരനുഭവം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അങ്ങനെ ചിന്തിച്ച് നിമിഷ നേരം കഴിയുന്നതിന് മുന്നമേ യേശുവിനെ കാണിച്ചു കൊടുക്കാനുള്ളതായ ശിഷ്യനായിരിക്കുന്ന യൂദ റോമൻ പടയാളങ്ങളും പരിവാരങ്ങളുമായിട്ട് ഉലുമലയിലേക്ക് കടന്നു വന്ന് ഗതസമനയുടെ ചുറ്റുപാടുമായി താവളം അടിച്ചു കൊണ്ടിരുന്നപ്പോൾ, യേശു പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വന്നതായ സമയത്ത് അവന് ചുംബനത്തിലൂടെ കാണിച്ചു കൊടുക്കുവാനായിട്ട് ഗുരുവായിരിക്കുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നു. യേശു ചോദിച്ചു, ഇത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരുന്നു, നീ എന്നെ കാണിച്ചു കൊടുക്കുവാനായിട്ട് ഇത്ര വേഗം മുന്നോട്ട് വന്നത് ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറയുവാനിടയായിരുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മളോടൊപ്പം ഉറ്റ സ്നേഹിതന്മാരായി, തോഴന്മാരായി, ജീവിതസഖിയായി നടക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവർ ഒരുപക്ഷേ കഷ്ടതയുടെ നടുവിൽ, ചില പ്രത്യേക സന്ദർഭങ്ങളുടെ നടുവിൽ നാം ആരെന്ന് തിരിച്ചറിയാതെ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ മഹത്വമോ മാഹാത്മ്യമോ മനസ്സിലാക്കുവാൻ കഴിയാതെ നമ്മെ ഒറ്റുകൊടുക്കുന്നതായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. വേദനയുടെയും കഷ്ടങ്ങളുടെയും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അതേ പ്രാണവേദനയിൽ വിയർപ്പ് തുള്ളികൾ പോലെ രക്തത്തുള്ളികൾ യേശുവിൻ്റെ ശരീരത്തിലൂടെ ഒഴുകി നിലത്ത് വീണപ്പോൾ, അങ്ങനെയുള്ളതായ മാനസിക വേദനകൾ, പ്രാണഭയം, പ്രാണവേദന, ഇതൊക്കെ പലപ്പോഴായിട്ട് നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ സന്ദർഭങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താങ്ങുവാൻ കഴിയാത്ത, നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത വേദനകളോ ദുഃഖങ്ങളോ നിരാശകളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, സർവശക്തനായ കർത്താവിനെ ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തിൽ ചിന്തിച്ച് യേശുവിനെ ധ്യാനിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ചതായ സർവശക്തനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തന്ന് നമ്മെ നിശ്ചയമായി അനുഗ്രഹിച്ച് നമ്മെ ക്ഷേമത്തോടെ പോറ്റിപ്പുലർത്തുന്ന സർവശക്തനായ ഒരു ദൈവം നമ്മുടെ മുൻപിലുണ്ട്. ആ ദൈവത്തിൻ്റെ പെസഹ ആചരിക്കുന്ന ഈ ദിവസത്തിൽ നമുക്കും ദൈവത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയട്ടെ. വേർപാടിൻ്റെ, ദുഃഖത്തിൻ്റെ, നിരാശയുടെ അനുഭവങ്ങൾ അനുഭവിച്ചതായ നമ്മെ സംബന്ധിച്ച് ഒത്തിരി ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും
കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചതായ വേദനകളോ കഷ്ടങ്ങളോ ഓർക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പ് വീറ്റി വീഴുമ്പോൾ അതിൻ്റെ ക്ഷീണവും ദാഹവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം വിയർപ്പ് തുള്ളികൾ പോലെ നിലത്ത് വീണ് കഴിഞ്ഞപ്പോൾ കർത്താവിനുണ്ടായതായ ക്ഷീണവും ദാഹവും പരവേശവും നമ്മളൊന്ന് ഓർത്ത് നോക്കുക. ഇതാർക്ക് വേണ്ടിയായിരുന്നു? കർത്താവ് ലോകത്തിലേക്ക് വന്നത് ആർക്ക് വേണ്ടിയായിരുന്നു? കർത്താവ് ഈ കഷ്ടങ്ങൾ സഹിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു? ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ പീലാത്തോസിൻ്റെ അതേ റോമൻ പടയാളികളുടെ കയ്യിൽ അകപ്പെട്ട് പീലാത്തോസിനാൽ അത് ശിക്ഷ വിധിക്കപ്പെടുന്നതായ ഒരു ദിവസത്തിലേക്ക് നാം അടുത്ത് വന്നിരിക്കുന്നു. അത് നമ്മൾ ഓർക്കുമ്പോൾ ഇതെല്ലാം ആർക്ക് വേണ്ടിയായിരുന്നു? പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു. നീ മാന്യനായി തീരുവാൻ കർത്താവ് സഹിച്ചതായ ഈ കഷ്ടപ്പാടുകളെ നമ്മൾ മറന്നു പോകരുത്. മരണതുല്യമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, നമ്മുടെ കാലിൽ ചെറിയൊരു സൂചി ഒരു മുള്ളോ കൊണ്ട് കഴിയുമ്പോൾ അതിൻ്റെ വേദന എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ വലിയ കാര്യനിർമ്മാണികളാൽ അതേ തറയ്ക്കപ്പെട്ട് തൻ്റെ ശരീരത്തിലൂടെ ഉഴവുചാലുകൾ പോലെ അത് രക്തം വാർന്നൊഴുകിയതായ അനുഭവങ്ങൾ, തൻ്റെ ശരീരം തകർക്കപ്പെട്ട് തൻ്റെ ശിരസിൽ മുൾക്കിരീടങ്ങൾ തറയ്ക്കപ്പെട്ട് ആ അനുഭവങ്ങളെല്ലാം ഒരു നിമിഷം നമ്മളൊന്ന് ഓർത്ത് നോക്കുക. ഇന്ന് രാത്രിയിൽ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് കർത്താവ് പ്രാണവേദനയിലായി. ആ പ്രാണവേദനയിലായതായ ഒരു പെസഹ ദിനമാണ്. ആ പെസഹ ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗതസമനയുടെ അനുഭവമാണ്. ഗതസമന എന്ന് പറഞ്ഞാൽ മുന്തിരി ചക്കിൻ്റെ അനുഭവം. മുന്തിരി അത് ആ ഫലമെടുത്തതിന് ശേഷം ചക്കിലിട്ട് അത് ആട്ടി അതിൻ്റെ മുന്തിരി ചാറെടുക്കുമ്പോൾ നമുക്കറിയാം അത് എന്തുമാത്രം ആ ചക്കിനകത്ത് കിടന്ന് ഒരഞ്ഞ് മുറുകി വേദനപ്പെട്ട് അതിൻ്റെ ചാറ് പുറത്തേക്ക് വരികയാണ്. ഇതേ അനുഭവം കർത്താവ് 33.5 വർഷക്കാലം ലോകത്ത് ജീവിച്ചിരുന്ന തൻ്റെ ശരീരത്തിൽ സംഭരിച്ചതായ രക്തവും വെള്ളവുമെല്ലാം മനുഷ്യന് വേണ്ടി കർത്താവ് ഊറ്റി കൊടുക്കുവാനിടയായി തീർന്നു. ഇതാർക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾക്ക് ഒരു നിമിഷം ചിന്തിക്കുവാൻ കഴിയുമോ? അങ്ങനെ ഒരു നിമിഷം ചിന്തിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്കൊന്ന് അടുത്ത് ചെല്ലാം. ഈ പെസഹ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ, ഒരു മാറ്റത്തിൻ്റെ, ഒരു പുനർചിന്തനത്തിൻ്റെ ഒരു നാളായിട്ട് മാറട്ടെ. 2025 നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായ ഒരു ഈസ്റ്ററായിട്ട് മാറുവാനിടയായി തീരട്ടെ. അത് പലപ്പോഴും കഷ്ടങ്ങളും കണ്ണുനീരും ഒക്കെ കാണുമാറാക്കിയ ദൈവം, അതിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ ശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്കൊന്ന് അടുത്ത് ചെല്ലാം. ഈ ഈസ്റ്റർ നമുക്കൊരു പുനർചിന്തനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നാളുകളായി മാറട്ടെ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയതായ എല്ലാ കുറവുകളും ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്ത് ചെന്ന് ഒരു പുതുക്കത്തിൻ്റെ അനുഭവം പ്രാപിച്ച് ഒരു നല്ല മകനും മകളുമായിട്ട് മാറുവാനായിട്ട് ഈ നാളുകൾ അതിന് സഹായമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ആ പ്രാർത്ഥനയുടെ ആത്മാവിലായിരിക്കാം. സർവശക്തനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമായ നല്ല ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. 2025 ഈസ്റ്റർ വാരത്തിലെ പെസഹ ദിനത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുപാദപീഠത്തിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചനായ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും ഏറ്റുപറഞ്ഞ് ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചതായ പങ്കപ്പാടുകൾ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്നേഹത്തോടെ ആ കർത്താവിൻ്റെ മാറിടത്തിലേക്ക് ഒന്ന് ചാരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നത് ഓർത്ത നന്ദിയോടെ വാഴ്ത്തുന്നു. ഏറ്റവും അനുഗ്രഹമായ നിമിഷങ്ങളാക്കി തീർക്കുവാൻ അവിടുന്ന് കൃപ ചെയ്തത് ഓർത്ത നന്ദിയോടെ വാഴ്ത്തുന്നു. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും അവിടെ നൽകണം. സർവ്വമാനവും മഹത്വവും കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുമ്പോൾ ദയ തോന്നി പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ.